കയറ്റി ഞാൻ ഇവളുടെ കഴുത്തിൽ ഒരു കൊന്തയിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവർക്കും വലിയ വിശ്വാസമൊന്നും ഉള്ളവരല്ലെങ്കിലും ഞാൻ പറഞ്ഞു, അവർക്കും വിശ്വാസമായി. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് നിന്നെയും കുഞ്ഞിനെയും നോക്കിക്കോളും, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. അവളുടെ അമ്മയ്ക്കും മാലയമ്മ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കാനിങ് സെൻറ്ററിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ പുറത്ത് നിന്ന് ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ എത്തുന്നത് വരെ എൻ്റെ ജപമാല ഞാൻ ഇവളുടെ വയറ്റിൽ നിന്ന് എടുത്തിട്ടില്ല. മാതാവേ, ഈ കുഞ്ഞിനെ നഷ്ടപ്പെടാതെ ഒരു കുഴപ്പം വരാതെ ഇവർക്ക് കൊടുക്കണേ. 5 മാസം അവൾ ഉദരത്തിൽ കൊണ്ടു നടന്നതല്ലേ, അമ്മയ്ക്കറിയാലോ അമ്മേ ഒരു ഗർഭിണിയുടെ അവസ്ഥ, അമ്മ ഈ അവസ്ഥയിലൂടെ കടന്നു വന്നതല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ സിസ്റ്റർ വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു, ധന്യയുടെ അമ്മയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഇതേ ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മ എന്തിനാ അമ്മയെ കരയുന്നേ, കുഞ്ഞ് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ഇയാൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, എത്ര സേഫായിട്ടാണ് കുട്ടി കിടക്കണേന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആ കമ്പ്യൂട്ടർ തിരിച്ചെന്നെ കാണിച്ചു തന്നു. അപ്പോൾ അമ്മ മാതാവ് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണിത്.